നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. സീറോ മലബാർ സഭയിലെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി ആരാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം മാർ റാഫേൽ തട്ടിൽ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് സഭാ തലവനാണ് എന്നൊരു ഉത്തരം വന്നു കഴിഞ്ഞാൽ അത് അതിശയോക്തിക്ക് കാരണമാകില്ല എന്ന് വേണം കരുതുവാൻ. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ട ചില വോയിസ് ക്ലിപ്പുകൾ, ചില സന്ദേശങ്ങൾ കാണുമ്പോൾ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തികളിൽ അഗ്രഗണ്യനാണ് മാർ റാഫേൽ തട്ടിൽ എന്ന് മനസ്സിലാകും. കാരണം അദ്ദേഹത്തിന്റെ ജന്മദിനമാണിന്ന്. സാധാരണ രീതിയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു വ്യക്തിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് എല്ലാവരും ആശംസകൾ അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ മാർ റാഫേൽ തട്ടിനെ പ്രാഗിക്കൊണ്ട് ഇയാൾ നശിച്ചു പോകണം, ഇയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന രീതിയിൽ, എന്ന അർത്ഥത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. തീർച്ചയായും അത് കേൾക്കണം. അത് ഒരു വിശ്വാസിയുടെ രോദനമാണ്, ആത്മീയ രോക്ഷമാണ്. പ്രത്യേകിച്ച് എറണാകുളത്തുള്ള സീറോ മലബാർ വിശ്വാസികൾ മാർ റാഫേൽ തട്ടിലിനെയും മാർ പാംപ്ലാനിയെയും ഒക്കെ എത്ര വെറുക്കുന്നു, എത്ര ശപിക്കുന്നു, എത്ര ശപിച്ച് തള്ളിക്കളയുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വോയിസ് ക്ലിപ്പ്. ഇതിനൊക്കെ കാരണം ഉണ്ടാക്കിയെടുത്തതും മാർ റാഫേൽ തട്ടിലും മാർ പാംപ്ലാനിയുമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം വിശ്വാസികൾക്ക് ആവശ്യം അവരുടെ ആധ്യാത്മിക ജീവിതമാണ്. അല്ലെങ്കിൽ സാധാരണ നിലയിൽ ജീവിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുവാൻ സമയം പോലുമില്ല. ഇവിടെ വിശ്വാസികൾ അവരുടെ ആധ്യാത്മിക ജീവിതത്തിന് ഉതകുന്ന ഏറ്റവും വലിയ വിശ്വാസ സത്യമായ പരിശുദ്ധ ബലിയർപ്പണം ആവശ്യപ്പെടുമ്പോൾ ഈ പറയുന്ന മെത്രാന്മാർ തന്നെ അംഗീകരിച്ച് അവർ തന്നെ വിശ്വാസികളുടെ തലയിലേക്ക് ഇട്ടുകൊടുത്ത പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ഇപ്പോഴത്തെ പൂർണ്ണ രൂപം പോലും അവർക്ക് കൊടുക്കുവാൻ മാർ റാഫേൽ തട്ടിലോ മാർ പാംപ്ലാനിയോ ശ്രമിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിശ്വാസിയുടെ ശാപഗ്രസ്തമായിട്ടുള്ള ഈ വോയിസ് ക്ലിപ്പ്. തീർച്ചയായിട്ടും സീറോ മലബാർ വിശ്വാസികൾ കേൾക്കുന്നതോടൊപ്പം സീറോ മലബാർ സഭയിലെ സിനഡും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെയൊക്കെ പണ്ട് വിശ്വാസികൾ ബഹുമാന പുരസ്സരം, ഭക്തി പുരസ്സരം നോക്കിക്കണ്ട സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങളെ ശപിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അത് വിശ്വാസികൾ തന്നെയല്ല, ചിലപ്പോൾ കർത്താവ് ഈശോ മിശിഹ പോലും നിങ്ങളെ ശപിച്ച് തള്ളുകയായിരിക്കും ചെയ്യുന്നത്. ഒരു പഴമൊഴി ഉള്ളതുപോലെ ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ഇപ്പോൾ പന പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാ. പനയുടെ അവസാനം എന്താണ്? ഏറ്റവും കൂടുതൽ വളർന്ന് മുകളിൽ ചേർന്ന് കൂമ്പിട്ട് കഴിയുമ്പോൾ അത് താനെ താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അതേ ഒരു രീതിയിൽ നിങ്ങൾ അധപ്പതിക്കുവാൻ പോകുന്നു. അതാണ് ഈ വിശ്വാസിയുടെ ആത്മരോഷം നിറഞ്ഞ വോയിസ് ക്ലിപ്പിലൂടെ വെളിവാകുന്നത്. ഏതായാലും ശപിച്ചു തള്ളിയ അല്ലെങ്കിൽ വിശ്വാസികൾ ജന്മദിനത്തിന് പോലും വെറുക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു മാർ റാഫേൽ തട്ടിൽ. ഇനിയെങ്കിലും നന്നാകൂ മാർ റാഫേൽ തട്ടിലെ, ഇനിയെങ്കിലും നന്നാകൂ മാർ പാംപ്ലാനിയെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. കാരണം ഞങ്ങൾ സത്യത്തിനൊപ്പമാണ്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ വിശ്വാസികളുടെ ആധ്യാത്മിക ചിന്തകൾക്കൊപ്പമാണ്. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ സിനഡിനോട് പറയുവാനുള്ളത്, മെത്രാൻ സംഘത്തിനോട് പറയുവാനുള്ളത്, ഈ മാർ റാഫേൽ തട്ടിലിനെയും ഈ മാർ പാംപ്ലാനിയെയും ഒക്കെ ഒന്ന് ഉപദേശിച്ചുകൂടെ നിങ്ങൾക്ക്? വിശ്വാസികൾ പോലും വെറുക്കുന്ന, ശപിച്ച് തള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് സീറോ മലബാർ സഭയുടെ ആത്മീയ അധ്യക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഫലം നിങ്ങൾ പോയി ചത്തുകൂടെ എന്ന് വിശ്വാസികൾ ചോദിക്കുന്ന ഒരു സമയം വരും. ഏതായാലും നമുക്ക് വിശ്വാസിയുടെ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം. എങ്ങനെയാണ് അദ്ദേഹം മാർ റാഫേൽ തട്ടിന്റെ ജന്മദിനത്തിൽ ഒരു ജന്മദിന സന്ദേശം കൊടുത്തിരിക്കുന്നത് നമ്മൾ കേൾക്കാം. നന്ദി, നമസ്കാരം. പാവപ്പെട്ട വിശ്വാസികളെ തെരുവിലിറക്കുകയും 3:30 മണി എന്ന് പറയുന്ന സമയത്ത് ഒരു കുർബാന തീരുമാനിച്ച വിമതരുമായി കൂടിയാലോചനയിൽ തീരുമാനമെടുത്ത ഈ വ്യക്തിക്ക് എന്തുട്ട് ജന്മദിനമാണ്? പാവപ്പെട്ട വിശ്വാസികളെ ഊളകളെന്നും നുഴഞ്ഞു കയറ്റക്കാരെന്നും ഹൈക്കോടതിയിൽ എഴുതി കൊടുക്കാനായിട്ട് അനുവാദം കൊടുത്ത, പാംപ്ലാനിക്ക് അനുവാദം കൊടുത്ത ഈ മനുഷ്യന് ഒരു ജന്മദിനം ആഘോഷിക്കുന്നതിന് വിശ്വാസികൾക്ക് ഇനി താല്പര്യമില്ല.
പാവപ്പെട്ട വിശ്വാസികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരവരുടെ ഇടവക പള്ളികളിൽ സഭ നിഷ്കർഷിച്ച ഒരു ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന്, മരിച്ചുപോയ മൺമറഞ്ഞുപോയ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നടത്തുന്നതിന് ഇനിയും ഒരു തീരുമാനമാകാതെ ഇങ്ങോർക്ക് എന്തുട്ട് ജന്മദിനം, ഇങ്ങോരുടെ ജന്മദിനത്തിന് ഇങ്ങോരുടെ സമയത്ത് ഈ കുർബാന 3:30 മണിക്ക് ഈ പറയുന്ന വ്യക്തി തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് തൃശ്ശൂരുള്ള ഏതെങ്കിലും പള്ളിയിൽ 3:30 കുർബാനയ്ക്ക് പോട്ടെ. ഈ സമയത്ത്, ഈ നട്ടുച്ചയ്ക്ക്, ഈ ചൂട് 45 ഡിഗ്രിയിൽ എത്താൻ പോകുന്ന ഈ സമയത്ത് അങ്ങോട്ട് പോവോ? പ്രായമായ സഹോദരങ്ങളോ സഹോദരിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ച് 10 മക്കളുടെ കുടുംബമാണല്ലോ. ഈ പാവപ്പെട്ട ഈ പ്രായമായ ഇവരുടെ ഈ തട്ടിൽ പിതാവിന്റെ കൂടെ പറഞ്ഞവരെല്ലാം വിളിച്ച് 3:30 മണിക്ക് കുർബാനയ്ക്ക് എറണാകുളത്തേക്ക് വരട്ടെ. എറണാകുളത്ത് ഏതെങ്കിലും ഒരു പള്ളിയിലോട്ട് വരട്ടെ. അതിന് തയ്യാറാവുമോ? ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങോരുടെ ജന്മദിനം. പാവപ്പെട്ട വിശ്വാസികളെ ഊളകളെന്നും നുഴഞ്ഞു കയറ്റക്കാരെന്നും എന്നും പറയാനായിട്ട് നാവ് എടുത്ത, അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുത്ത ഈ മനുഷ്യന് അരപ്പട്ട കെട്ടാൻ പോയിട്ട് ഒരു വൈദികന്റെ പദവിയിലിരിക്കാൻ പോലും തമ്പുരാന്റെ സന്നിധിയിൽ, തമ്പുരാന്റെ മുമ്പിൽ യോഗ്യതയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജന്മദിന ആശംസ പറയാനായിട്ട്. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.